ശ്രീ ജലീൽ പുനലൂർ, ഈ ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിക്ക് ഭാരതത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ എന്താണ് ഇത്ര വലിയ താല്പര്യം? അത് ശരിയാണോ? അല്ലാതെ ശരിയല്ല. അത് ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു എന്താ ഇങ്ങനെ വരാൻ വൈകിപ്പോയെന്ന്. പക്ഷേ ഒരു കാര്യം പറയാം, പാകിസ്ഥാനികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും ഈ സമയം വരെയും അവരിതിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ല. ഞാനന്ന് ചോദിച്ചോട്ടെ, ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ BJP പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ആനമുട്ടയൊന്നുമല്ല. ലോക ഭൂപടത്തിൽ ഒരു കോഴിമുട്ടയുടെ അത്രയുള്ള, അവിടെ തന്നെ 95% സുന്നി മുസ്ലിങ്ങളുള്ള, അവരാൽ തന്നെ വെറുക്കപ്പെട്ട 5% ജമാഅത്തെ ഇസ്ലാമിയാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷയം? എങ്കിൽ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനൊന്നും ബംഗ്ലാദേശിലുള്ളവൻ ഭാരതത്തിന്റെയോ ഇന്ത്യയുടെയോ ഒരു ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നത് ഒരു നിലയ്ക്ക് യോജിക്കാവില്ല. അതിപ്പോ BJP പ്രതിനിധി പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പാ. ഇതേ അഭിപ്രായത്തിൽ ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചിലപ്പം ചോദിക്കും, അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം നടന്നാൽ, അവിടെ ഏതെങ്കിലും ഒരു ധ്വംസനം നടന്നാൽ ഉടനെ ഇവിടെ BJP അഖിലേന്ത്യാ കമ്മിറ്റി പ്രമേയം പാസ്സാക്കാറുണ്ട് ബംഗ്ലാദേശ്. അതെന്താ? അതൊരു ഇരട്ടത്താപ്പല്ലേ? അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമല്ലേ? അപ്പോഴങ്ങനല്ല, ലോകത്ത് എവിടെ വിഷയങ്ങൾ ഉണ്ടായാലും പ്രതികരണ ശേഷിയുള്ള ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചു പോകും എന്ന് വിചാരിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്തരം ഛിദ്രശക്തികളും തീവ്രവാദ ശക്തികളും ഇടപെടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പിന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് കറുത്ത അധ്യായമാണെന്ന അല്ല, ഇതൊരു വെളുത്ത അധ്യായമാണ്. കഴിഞ്ഞ ഒന്നര ദശാബ്ദമായി ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം കൈയടക്കി വെച്ചിരിക്കുന്ന തികഞ്ഞ ഏകാധിപത്യ ശൈലിയിലുള്ള ഒരു സർക്കാരിനെതിരായിട്ട് അപ്പൊ ഈ രാജ്യത്ത് വോട്ട് ചെയ്ത് നരേന്ദ്രമോദിയെ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചതൊക്കെ അതെങ്ങനെയാണ്? വോട്ട് ചെയ്തല്ലേ ജയിച്ചത്? അല്ലാതെ ഈ ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ പട്ടാള ഭരണമാണോ രാജ്യത്ത് നിലവിലുള്ളത്? നോക്കൂ, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ പട്ടാള ഭരണമാണോ? ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ BJP പ്രതിനിധിയോട് ഒരു കാര്യം പറയാൻ ഉള്ളതേ, ഇത് ഇന്ത്യയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നുമല്ല. ഇത് വളരെ സംസ്കാരവും ചരിത്രവും ഉള്ള ഒരു രാജ്യമാണ്. ഇവിടെ ബ്രിട്ടീഷുകാരനെതിരായിട്ട് ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. അന്നും സമരോത്സുകരായ യൗവനങ്ങളാണ് തെരുവീതികളിൽ പോരാടിയത്. അന്ന് നിങ്ങളുടെയൊക്കെ ആളുകള് മറ്റു പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാരന്റെ പണിക്ക്. പക്ഷേ സമരോത്സുകരായ ഭഗത് സിംഗിനെ പോലെയുള്ളവർ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവർ ധീരോദാത്തമായി നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതികളെയും സാമ്രാജ്യത്വത്തെയും ഇവിടെ നിന്ന് ഓടിച്ചതെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പരൽമീനുകളായ BJP സർക്കാരിനെ ഈ നാട്ടിൽ നിന്നും തൂത്തെറിഞ്ഞ് ഇന്ത്യയുടെ ആർജവത്വവും ഭാരതത്തിന്റെ അന്തസ്സും വീണ്ടെടുക്കാൻ ഈ ഭാരത മക്കളെ സംബന്ധിച്ച് അധികം ദൂരെ പോകേണ്ടതായിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ആശ്വസിക്കുന്നു, ഇത്രയും കാലം, കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലം നിങ്ങൾക്ക് ഏകാധിപത്യ പ്രവണതകൾ കാട്ടാൻ സഹായിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിഞ്ഞോ അറിയാതെയുള്ള നിഷ്ക്രിയത്വമാണ്. ഒരുപക്ഷെ ഭീഷണിപ്പെടുത്താം, ഒരുപക്ഷെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാകാം. ഈ സമരത്തിൽ പോലും ഇന്നിതാ രാഹുൽ ഗാന്ധിയും അരഡസൻ MPമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വന്നിരിക്കുന്നു. ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് വൈകി വന്ന വിവേകമാണ്. തീർച്ചയായിട്ടും ഇത് നേരത്തെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലും സമരമുഖത്തുണ്ടായിരുന്നത് പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമുള്ള സഖാവ് MA ബേബി, D രാജ, ആനി രാജ, DYFI അടക്കമുള്ള, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള, AA റഹീം അടക്കമുള്ള 1 ഡസനോളം ഇടതുപക്ഷത്തിന്റെ നേതാക്കളാണ് ഈ സമരമുഖത്ത് നിന്നത്. അപ്പൊ ഈ യുവത ഇന്ത്യക്ക് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ BJP-ക്കാർ പരിതപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ ഈ ഇത്തരം പ്രവണതകൾ പണ്ടുമുണ്ടാകുമ്പോൾ, സമരത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഭരണകൂടങ്ങൾ പറയുന്നതാണ് ദോ തീവ്രവാദി, ദോ ഭീകരവാദി. 2011 35 വർഷക്കാലത്തെ ഹുസ്നി മുബാറക്കിന്റെ ആ ഏകാധിപത്യ ഭരണത്തിന് ഈജിപ്തിൽ അതിനെതിരായിട്ട് മുല്ലപ്പൂ വിപ്ലവം ഇതുപോലെ വിദ്യാർത്ഥികൾ അവിടെ നടത്തിയപ്പോൾ ആ കാട്ടാളനും പറഞ്ഞതാ ഇതാ തീവ്രവാദികൾ, ഇതാ ഭീകരവാദികൾ. അതേ വാക്കുകളാണ് ഇവിടെ BJP-യുടെ പ്രതിനിധികളും കടമെടുത്തിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒന്ന് പറയുന്നു, ഇത് RSS-ൽ പോലുമുള്ള ചിന്താശക്തിയുള്ള ഒരു തലമുറ ഇത് അംഗീകരിക്കില്ല. നിങ്ങളുടെ ഈ വാദം ഏതൊന്നിനെയും, ഒരു ഭരണത്തിന് തെറ്റുപറ്റിയാൽ തിരുത്തിക്കാനാണ് ഇവിടെ പ്രതിപക്ഷം, ഇവിടെ യുവാക്കൾ, ഇവിടെ വിദ്യാർത്ഥികൾ, കർഷകർ. ഇപ്പൊ നാളെ മുതൽ കർഷകർ വരുവാണ്. ഈ കച്ചവടമൊന്നും ഇവരെടുത്ത് ശംഭു അതിർത്തിയിൽ ഇന്ന് തടഞ്ഞിട്ടുണ്ട് അവരെ. ഇതിന്റെ ഒരു പാറ്റേൺ നോക്കൂ. ഈ പാറ്റേൺ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ ശ്രീ ജലീൽ പുനലൂർ വിചാരിക്കുന്നത്? കഴിഞ്ഞ 20 ദിവസം ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ. അവിടെ ഒരു ആളനക്കം പോലുമില്ലാതെ കിടന്നിരുന്ന ഒരു CJP-യുടെ ആ പാർട്ടികളുടെ പ്രതിഷേധ പന്തൽ,
ആ പ്രതിഷേധ സമരവേദി സജീവമാകുന്നത് പാർലമെന്റ് സമ്മേളനത്തിന്റെ ദിവസമാണ്. പാർലമെന്റ് സമ്മേളനത്തിന്റെ തലേ ദിവസം, അതായത് 19-ാം തീയതി മുതലാണ് അവിടെ ആളും അനക്കവും ഒക്കെ കണ്ടു തുടങ്ങിയത്. അത് എന്തിനായിരുന്നു എന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ പാർലമെന്റ് സമ്മേളനങ്ങളും നടക്കുമ്പോഴും നിങ്ങൾ ഇതുപോലുള്ള ഓരോ ഏർപ്പാടുകളുമായി വരികയാണ്. ആ അഴിമതി, ഈ അഴിമതി, ഈ റെവലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്